എങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടക്കഘട്ടത്തിൽ കണ്ട ആ ഒരു മുന്നേറ്റമൊന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഒരു എക്സ്പയറി ഡേ ആണ്, കാര്യമായിട്ടുള്ള ഒരു വോളറ്റിലിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുമുണ്ട്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ ഒരു നെഗറ്റീവ് നോട്ടിലേക്ക് മാറിയോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സെന്റിമെന്റ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ വിപണി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം കണ്ടിരുന്ന ഒരു മികച്ച രീതിയിലുള്ള ഒരു കുതിപ്പ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഒരു ഫ്ലാറ്റ് നെഗറ്റീവായ ഒരു നിരക്കിലാണ് നിലവിൽ നിഫ്റ്റി 50 നിലനിൽക്കുന്നത്. നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ 25,209 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടക്കുന്നു. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ 36 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 14 ഓഹരികളാണ് നിഫ്റ്റി 50യിൽ നിന്ന് ഒരു ഇടിവ് രേഖപ്പെടുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു ഫ്ലാറ്റ് നെഗറ്റീവായ ഒരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കും നിലനിൽക്കുന്നത്. 56,542 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്ക് നിലനിൽക്കുമ്പോൾ അഡ്വാൻസ് ആയിട്ട് 7 ബാങ്കിങ് ഓഹരികളും 5 ബാങ്കിങ് ഓഹരികൾ നോക്കുകയാണെങ്കിൽ ഇടിവും പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിലിപ്പോൾ നിഫ്റ്റി 50യിലെ തന്നെ ടോപ്പ് ഗെയിനേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മികച്ച പെർഫോമറായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ടെക് മഹീന്ദ്രയാണ്. ടെക് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം 1.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ HCL ടെക് പരിശോധിക്കുകയാണെങ്കിൽ HCL ടെക്കിനെ സംബന്ധിച്ചിടത്തോളം 1.25% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു നേട്ടമാണ് ഈ നിമിഷം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫലം വന്നിരുന്നു. അതായത് എസ്റ്റിമേറ്റുകളെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രകടനം തന്നെ HCL ടെക്കിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കമ്പനിക്ക് AI സോഴ്സുകളിൽ നിന്നും മികച്ച റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചതും ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് എനർജി തന്നെ പകരുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ HCL ടെക്കിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്നത്. നിലവിൽ HCL ടെക്ക് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മോത്തിലാൽ ഓസ്വാളിൻ്റെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി ലഭ്യമായിട്ടുണ്ട്. മോത്തിലാൽ ഓസ്വാൾ നിലവിൽ ഇപ്പോൾ HCL ടെക്കിന് ഒരു ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 1,800 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസ് ആണ് നൽകിയിരിക്കുന്നത്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 1,511 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് HCL ടെക്കിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യം, ആദ്യം പറഞ്ഞിരുന്ന 1,750 രൂപയിൽ നിന്നാണ് ഇപ്പോൾ ഒരു ടാർഗറ്റ് പ്രൈസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റിലും 2025-ലൊക്കെ തന്നെ 26-ൽ ഒരു റിവിഷനും ഒക്കെ തന്നെ അവർ നടത്തിയിരിക്കുന്നു. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 10.2% വർധനവുണ്ടാകുന്നു. എബിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 4.5% നേട്ടം രേഖപ്പെടുത്തുമ്പോൾ കൂടാതെ നെറ്റ് പ്രോഫിറ്റിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം ഒരു 10.2% ഒരു നേട്ടം 2026 സെക്കൻഡ് ഹാഫിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടും HCL ടെക്കിന് സാധിക്കുമെന്നാണ് മോത്തിലാൽ ഓസ്വാൾ പറയുന്നത്. നിലവിൽ ഈ ഒരു ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള IT കമ്പനികൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു മാക്രോ എൻവയറോൺമെൻറ്റ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും മികച്ച ഒരു പിക്കായിട്ട് തങ്ങളിപ്പോൾ ചൂസ് ചെയ്യുന്നത് HCL ടെക്കിനെയാണ് എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് കൂടി നിലവിൽ മോത്തിലാൽ ഓസ്വാളിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ ഒരു കോൺസ്റ്റന്റ് കറൻസി ടേംസിലൊക്കെയുള്ള റവന്യൂ പരിശോധിക്കുകയാണെങ്കിലും ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നു. ഇതിൻ്റെ ഒരു ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3% മുതൽ 5% വരെ ആയിരിക്കും ഈ ഒരു കോൺസ്റ്റന്റ് കറൻസി ടേംസിൽ പരിശോധിക്കുമ്പോഴുള്ള കമ്പനിയുടെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ പറഞ്ഞിരുന്നതെങ്കിൽ നിലവിൽ അതൊരു 4% മുതൽ 5% വരെയുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിലവിലിപ്പോൾ കമ്പനിക്ക് സാധിക്കും എന്നൊരു കാര്യം മോത്തിലാൽ ഓസ്വാൾ പറഞ്ഞിരിക്കുന്നു. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ മോത്തിലാൽ ഓസ്വാൾ ഏറ്റവും ശ്രദ്ധേയമായിട്ട് പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ നിന്ന് തന്നെ പരിശോധിക്കുകയാണെങ്കിലും ഈ ഒരു AI റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു രംഗത്ത് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ആദ്യ കമ്പനി എന്ന് തന്നെ HCL ടെക്കിനെ വിശേഷിപ്പിക്കാം. ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മുൻപോട്ട് പോക്കുകളിലൊക്കെ തന്നെ കമ്പനിക്ക് വളരെ പോസിറ്റീവായിട്ട് എത്തിച്ചേരും എന്നൊരു കാര്യം കൂടിയാണ് അവരിപ്പോൾ പറയുന്നത്. 2025-27 മോത്തിലാൽ ഓസ്വാളിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റ് കൂടി പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ $, ടേംസിൽ പരിശോധിക്കുമ്പോൾ ഏകദേശം 5.3% ഒരു നേട്ടം രേഖപ്പെടുത്തും. നെറ്റ് പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 2025-27 സാമ്പത്തിക കാലഘട്ടത്തിൽ 7.2% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും സാധിക്കും എന്നൊരു വ്യൂ പോയിന്റാണ് നിലവിൽ ഇപ്പോൾ HCL ടെക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മോത്തിലാൽ ഓസ്വാൾ പങ്കുവച്ചിരിക്കുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. മറ്റ് ഓഹരികളുടെ പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. ഇടിവിലുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്കിനാണ് വലിയ രീതിയിലൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. ഏകദേശം 1.25% ഒരു ഇടിവ് ആക്സിസ് ബാങ്ക് രേഖപ്പെടുത്തുന്നു. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് പരിശോധിക്കുകയാണെങ്കിൽ 1% ഒരു നേട്ടം ഉണ്ടാകുന്നു. ഡോക്ടർ റെഡ്ഡീസിൽ ഇടിവാണുള്ളത്. സിപ്ല പരിശോധിക്കുകയാണെങ്കിൽ 0.25% മുകളിലുള്ളൊരു ഇടിവ് കാണാൻ സാധിക്കുന്നു. മാരുതി സുസുക്കിയിലേക്ക് വരികയാണെങ്കിലും ഏകദേശം 0.25% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു 140 പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 56,480 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്കിങ് ഓഹരികളുടെ ഒരു പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം 1% ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരികളൊക്കെ തന്നെ 0.25% മുകളിലുള്ള ഒരു നേട്ടവും രേഖപ്പെടുത്തുമ്പോൾ കാനറ ബാങ്കിലേക്ക് വരികയാണെങ്കിലും
ആക്സിസ് ബാങ്കും ഒക്കെ തന്നെ 1% മുകളിലുള്ളൊരു ഇടിവും ബാങ്ക് ഓഫ് ബറോഡ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1%-ഓളമുള്ളൊരു ഇടിവ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ 0.25% ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഒരു സെക്ടോറിയൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതിൽ തന്നെ നിലവിൽ കൂടുതൽ സൂചികകളും ഒരു ഇടിവിലേക്ക് നീങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നു. ഒരു മികച്ച പെർഫോമർ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി മെറ്റൽ സൂചികയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5%-ഓളമുള്ളൊരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നു. നിഫ്റ്റി IT പരിശോധിക്കുമ്പോൾ 0.5% ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ എനർജി സൂചികയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലേക്ക് മാറിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നിലവിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയാണ്. PSU ബാങ്കിങ് സൂചിക പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.25% ഒരു ഇടിവ് തന്നെയാണ് ഉണ്ടാകുന്നത്. നിഫ്റ്റി മെറ്റലിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ 10,260 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മെറ്റലിലെ ഒരു ട്രേഡിംഗ് ഉണ്ടാകുന്നത്. ഇതിൽ തന്നെ ഓഹരികളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ചിടത്തോളം 3% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. വേദാന്ത 1.25% മുകളിലും നാഷണൽ അലൂമിനിയം കോർപ്പറേഷൻ നോക്കുകയാണെങ്കിലും 1.25% ഒരു നേട്ടം ഉണ്ടാകുന്നു. ജിൻഡാൽ സ്റ്റെയിൻലെസ്സിലേക്ക് വരികയാണെങ്കിലും 1% ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. എന്നാൽ APL അപ്പോളോ ട്യൂബ്സിൻ്റെ ഓഹരികളും അദാനി എൻ്റർപ്രൈസസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5% ഇടിവുണ്ടാകുന്നു. വെൽസ്പൺ കോർപ്പറേഷൻ പരിശോധിക്കുകയാണെങ്കിലും ഇന്നലത്തെ ഒരു ഇടിവ് വെൽസ്പൺ കോർപ്പറേഷൻ ഇന്നും ആവർത്തിക്കുന്ന കാഴ്ച ഏകദേശം 0.5% മുകളിലുള്ളൊരു ഇടിവാണ് വെൽസ്പൺ കോർപ്പറേഷനിൽ നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. കൂടാതെ മറ്റ് ഓഹരികളുടെ ഒരു പ്രകടനം കൂടി പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് മെറ്റൽ സൂചികയിൽ നിന്ന് നിലവിലിപ്പോൾ രത്നാമണി മെറ്റൽസ് ട്യൂബ്സ് ലിമിറ്റഡ് ഒക്കെ തന്നെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവായ രീതിയിലുള്ള ഒരു ഇടിവും രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇടിവ് ഏറ്റവും കൂടുതൽ സിവിയർ ആയിട്ടുള്ള PSU ബാങ്കിങ് സൂചികയിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ 0.25% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 7,651 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയുടെ ഒരു പ്രകടനമുള്ളത്. ഇതിൽ തന്നെ ഓഹരികളുടെ ഒരു നഷ്ടം പരിശോധിക്കുകയാണെങ്കിൽ യൂക്കോ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. 2.25% മുകളിലുള്ള ഇടിവ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 2.5% മുകളിലുള്ളൊരു ഇടിവും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1.5% ഇടിവും രേഖപ്പെടുത്തുമ്പോൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 1% മുകളിലും ബാങ്ക് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിലും 1%-ഓളമുള്ളൊരു ഇടിവും രേഖപ്പെടുത്തുന്നുണ്ട്. കാര്യമായിട്ട് ഓഹരികൾക്കൊന്നും തന്നെ നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഒരു എൻവയറോൺമെൻ്റ് ആണ് നിലവിൽ നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ നിഫ്റ്റി IT-യിലേക്ക് വരികയാണെങ്കിൽ നിലവിലൊരു 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 35,431 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി IT-യിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ LTI മൈൻട്രിയുടെ ഓഹരികൾ 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. കൂടാതെ ടെക് മഹീന്ദ്ര നോക്കുകയാണെങ്കിൽ 1% മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ പേഴ്സിസ്റ്റൻസ് സിസ്റ്റം പരിശോധിക്കുമ്പോൾ 0.25% നേട്ടം. എംഫസിസ് ഓഹരികൾക്കും 0.5% മുകളിലേക്കുള്ള നേട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുമ്പോൾ നിലവിലിപ്പോൾ ടാറ്റ കൺസൾട്ടൻസിയുടെ ഓഹരികൾ അഥവാ TCS-നെ സംബന്ധിച്ചിടത്തോളം 0.5% ഒരു ഇടിവുണ്ടാകുന്നു. എന്നാൽ L&T ടെക്നോളജി സർവീസസ് പരിശോധിക്കുമ്പോൾ ഏകദേശം 0.5% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. അടുത്തതായിട്ട് മറ്റൊരു ബ്രോക്കറേജ് റിപ്പോർട്ടായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത് നിലവിൽ നുവാമ ഇപ്പോൾ ജസ്റ്റ് ഡയലിന് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ്. ടാർഗറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു കുറവാണ് അവർ വരുത്തിയിരിക്കുന്നത്. 1,280 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് പ്രൈസിൽ നിന്ന് 1,200 രൂപയായിട്ട് ടാർഗറ്റ് വെട്ടിച്ചുരുക്കുന്ന ഒരു കാഴ്ചയാണ് ജസ്റ്റ് ഡയലിൽ കാണാൻ സാധിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 2026 ഈ ഒരു രണ്ടാം പാദത്തിൽ അങ്ങനെ ഒരു മികച്ച പ്രകടനം കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. കമ്പനിയുടെ റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 1.8% നേട്ടം, ഇയർ ഓൺ ഇയർ പരിശോധിക്കുകയാണെങ്കിൽ 6.4% ഒരു നേട്ടവും രേഖപ്പെടുത്തി 303 കോടി രൂപയായിരുന്നു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എബിഡ മാർജിൻ പരിശോധിക്കുകയാണെങ്കിൽ 28.7, നെറ്റ് പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 120 കോടി, അതായത് എക്സ്പെക്ട് ചെയ്തിരുന്ന 150 കോടി രൂപയായിരുന്നെങ്കിൽ 120 കോടി രൂപ മാത്രമാണ് കമ്പനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ഒരു 30 കോടി രൂപയുടെ ഒരു കുറവുണ്ടാകുന്ന ഒരു കാഴ്ച. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ പെയ്ഡ് ക്യാമ്പയിൻസ് അഥവാ അഡ്വർടൈസ്മെൻറ്റ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ പരിശോധിക്കുമ്പോഴും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് വർദ്ധിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. എന്നാലും കാണാൻ സാധിക്കുന്നത് കമ്പനിക്ക് ആ രീതിയിൽ തന്നെ റവന്യൂ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ കമ്പനിയുടെ മാർജിൻസിലും ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ജസ്റ്റ് ഡയലിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിച്ചത്. കൂടാതെ ഹയർ എംപ്ലോയി കോസ്റ്റ് വർദ്ധിച്ചതും ജസ്റ്റ് ഡയലിന് തിരിച്ചടിയായി എന്നൊരു കാര്യമാണ് നുവാമ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കമ്പനിയുടെ ഒരു EPS-ലൊക്കെ തന്നെ ഒരു റിഡക്ഷൻ വരുത്തിയിരിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 2026 എസ്റ്റിമേറ്റ് പ്രകാരം EPS 5.8% ഒരു വളർച്ചയും 2027 എസ്റ്റിമേറ്റ്
എസ്റ്റിമേറ്റ് പ്രകാരം 3.9% ഒരു വളർച്ചയുമാണ് നിലവിൽ ഇപ്പോൾ നുവാമ ജസ്റ്റൈലിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഒരു ബൈ റേറ്റിംഗ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് അല്ല ഉള്ളത്. ടാർഗറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിലും ഒരു റിവിഷൻ വരുത്തിയിരിക്കുന്നു. താഴോട്ടേക്ക് ഉള്ളൊരു പോക്കാണ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. തിരിച്ച് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവായ ഒരു നിരക്കിൽ നിൽക്കുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.25% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇടിവുമാണ് കാണാൻ സാധിക്കുന്നത്. ജാസ്മിൻ, ഇവയൊക്കെയാണ് നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്.